നമ്മൾ മണാലി വസിഷ്ഠ ടെമ്പിളിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ റൂമിൽ പോയപ്പോഴത്തേക്ക് ആ ചേട്ടൻ വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. വസിഷ്ഠ ടെമ്പിളിൽ വന്നിട്ടുണ്ട്. നമ്മൾ അടുത്തെത്തി കേട്ടോ, ടെമ്പിളിന് അടുത്തെത്തി. തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. ബൈക്കിന് പാർക്കിങ് 40 രൂപ. അപ്പോൾ നമുക്ക് ടെമ്പിളൊന്ന് കണ്ടു നോക്കാം. ഇതെന്താ 4 തൂണ് വെച്ചിരിക്കുന്നുണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് വസിഷ്ഠ പർവ്വതം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ടെമ്പിൾ വരുന്നത്, പർവ്വതത്തിനപ്പുറത്ത്. ഇവിടെ എല്ലാം മലയുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. നമ്മൾ മറ്റേ ഹിഡുംബാദേവിയിൽ പോയപ്പം അവിടെ ഒരു ചേട്ടനാണെങ്കിൽ മേളിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്ലേ, ജയ് ശ്രീറാം എന്നാണ് എന്തോ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മലയുമായിട്ട് റിലേറ്റഡ് ആണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം കേട്ടോ. നമ്മൾ ടെമ്പിളിനകത്തോട്ട് കയറിപ്പോകണം കേട്ടോ. ഇവിടെ ഒരു രാമന്റെ ക്ഷേത്രം, മേളിൽ രാമന്റെ ക്ഷേത്രം ചെയ്ത ഋഷിമാരുടെ പാരമ്പര്യമായിട്ട് വരുന്ന അമ്പലമാണ് കേട്ടോ ഇത്. മഹാഋഷി വസിഷ്ഠ ഗ്രാമത്തിന്റെ ഹനുമാന്റെ പ്രതിഷ്ഠയാണ്. മരത്തിലുള്ള കൊത്തുപണിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് പഴയ വീട്, മരത്തിലുള്ള കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. നമ്മൾ ഇത്തിരി ലേറ്റായി പോയി വന്നപ്പോഴത്തേക്ക് വസിഷ്ഠ മഹർഷിയുടെ ആവാസ കേന്ദ്രം രാമൻ്റെ അമ്പലമാണത്. രാമൻ്റെ അമ്പലം, അവിടെ ഹനുമാൻ്റെ അമ്പലം. ഇത് ഏതാണെന്ന് അറിയത്തില്ല. ഒരു പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് വസിഷ്ഠ പർവ്വതം. വസിഷ്ഠ പർവ്വതത്തിൻ്റെ ഒരു സൈഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. മണാലിയിലെ 2 വ്യത്യസ്ത സംഭവങ്ങൾ, അതായത് ലോക്കലി മെയ്ഡ് എന്നുള്ള 2 സംഭവങ്ങളുണ്ട്. ഒന്ന് സിഡുവും ഒന്ന് കിഡുവും. കിഡു എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് തരാം. സിഡു കഴിക്കുന്ന സാധനം, കിഡു എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ. സിഡു എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ. കിഡു എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഭയ്യ സിർഫ് ദിക്കാനൊക്കെ അല്ലേ. നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. കിഡു എന്താണ് നമ്മൾ കണ്ടു, പക്ഷേ കിഡുവാണ്, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളെ റൂമിൽ പോയിട്ടേ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഫുഡ് നേരത്തെ ഫുഡ് എന്തൊക്കെയാണ് ഫുഡ്? ദാൽ റൈസും ദാൽ ചാവൽ, പിന്നെ ആലു പൊറോട്ട. പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ചിലപ്പോ ഇത് കഴിച്ചിട്ട് അത് നമ്മൾ ട്രൈ ചെയ്യും. നമ്മള് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. നമ്മള് പോയപ്പോ തിരിച്ചിറങ്ങിയപ്പോ 3:45. അപ്പൊ സമയം പോയത് അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ചായയും നല്ല എരിവുള്ള മാഗിയും കഴിച്ചു. അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ലഞ്ച് ഡിന്നറായിട്ട് വൈകുന്നേരം കഴിക്കും. അപ്പൊ നമ്മള് കഴിച്ചിട്ട് പിന്നെ വരാട്ടോ. ഒരു ചോറും ചെറുപയറും പരിപ്പും എല്ലാം കൂടി ഇട്ടിട്ടുള്ള കറി. പരിപ്പ് നമ്മുടെ നാട്ടിലത്തെ സാമ്പാർ പരിപ്പല്ല കേട്ടോ, വട ഉണ്ടാക്കുന്ന പരിപ്പില്ലേ, വടപ്പരിപ്പ്, അത് വെച്ചിട്ടാണ് ഇവിടെ കറി വെക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഫുഡ് കഴിക്കുമ്പോഴേ അച്ചാർ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാല് ചോറിന്റെ കൂട്ടത്തിൽ അച്ചാർ ചോദിച്ച് മേടിച്ചോട്ടോ. ഇത്തിരി ഒരു ഉപ്പ് രസമാണ്, പക്ഷേ അല്ല അച്ചാറ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മറ്റേ തമിഴ്നാട്ടിലെ അച്ചാറൊക്കെ പോലെ ഇത്തിരി ഉപ്പ് രസമുണ്ട്. നമ്മൾ കടുമാങ്ങയൊക്കെ ഇടില്ലേ, ആ ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ മിക്സ്ഡ് ആണ്. ചോദിച്ചാലേ തരത്തുള്ളൂ. ചോദിച്ചാൽ തരും, എന്തോരാണെങ്കിലും തരും. പക്ഷെ അവർക്ക് അറിഞ്ഞൂടല്ലോ അച്ചാർ നമ്മൾ കഴിക്കുന്നവരാണോ, അതുകൊണ്ട് മുന്നൊന്നും കൊണ്ട് തരത്തില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുതരും. ഇതെന്താ അച്ചാർ വേണ്ട, മിക്സ്ഡ് ആണ്, എല്ലാം ഉണ്ട്. തണുത്തുപോയി, കുറച്ച് ഇവിടുത്തെ തണുപ്പിന് തണുത്തുപോയതാ. കൊള്ളാം.
സംഭവം മറ്റേ നാട്ടിലെ ജിലേബി പോലെയല്ല, വേറൊരു ടേസ്റ്റാണ് അല്ലേ? നമ്മൾ ഫുഡ് കോർണറിൻ്റെ ഫ്രണ്ടിലാണ്. ഇതെല്ലാം ഉണ്ട്. ഇവിടെ ബജി ഉണ്ട്, ചായ ഉണ്ട്, ഇതൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. ബ്രെഡ് പക്കോട ഉണ്ട്, വടാപ്പാവുണ്ട്. ഏക്കാ പോലത്തെ പയ്യ ഫിംഗർ ചിപ്സ്, ആലൂക്ക ഫിംഗർ ചിപ്സ് ഉണ്ട്. പിന്നെ സമോസയുണ്ട്, ഒണിയൻ പക്കോട, ഗുലാബ് ജാമുൻ ഉണ്ട്, മോമോസ്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവസാനം റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ എല്ലാ പരിപാടിയും നല്ല കാറ്റ് വീശുന്നുണ്ട്. മഴയ്ക്കുള്ള ഒരു കോളുണ്ട്. മഴയാണോ സ്നോഫോളാണോ ഉണ്ടാവുക എന്നുള്ള അറിയത്തില്ല. ലക്കുണ്ടെങ്കിൽ സ്നോഫോൾ ഉണ്ടാവും. ഇന്നത്തെ പരിപാടിയെല്ലാം അവസാനിച്ചിട്ടുണ്ട്.